ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹി സിവിൽ ലൈനിലെ അരവിന്ദ് കെജ്രിവാളിൻ്റെ വസതിക്ക് മുൻപിലാണ്. ഇവിടെ നമുക്ക് കാണാവുന്നതുപോലെ ഈ റോഡ് മുഴുവൻ പുഷ്പവൃഷ്ടി നടത്തിയിരിക്കുകയാണ് ആം ആദ്മി പ്രവർത്തകർ. അദ്ദേഹത്തെ സ്വീകരിക്കാനായി ഏകദേശം ഒരു 500 മീറ്ററിലധികം ഇവിടെ ഇപ്പോൾ പുഷ്പവൃഷ്ടി നടത്തിയിരിക്കുകയാണ്. ഇവിടെ വലിയ നൂറുകണക്കിന് പ്രവർത്തകരാണ് പല ഭാഗത്തു നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വലിയ ആഘോഷമാക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വസതിയാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. അല്പസമയം മുൻപാണ് രാജ്യസഭാ അംഗം സഞ്ജയ് സിംഗിൻ്റെ ഭാര്യ അടക്കമുള്ളവർ ഈ വസതിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ ആഘോഷമാക്കുകയാണ് ആം ആദ്മി പ്രവർത്തകർ. അദ്ദേഹത്തിൻ്റെ ജാമ്യം, അദ്ദേഹത്തിന് കർശന ഉപാധികളോടെയാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ തിഹാർ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹം ഡൽഹിയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. താൻ പോയതുപോലെ തന്നെ മടങ്ങി എത്തിയിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏകാധിപത്യം അവസാനിപ്പിക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ഒരു വലിയ പ്രസംഗമൊക്കെയും അദ്ദേഹം നടത്തിയിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ യാത്ര തുടങ്ങിയിരിക്കുന്നു. അല്പസമയം കൂടി കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തും. ഇവിടെ നേതാക്കളടക്കമുള്ളവർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ പ്രവർത്തകർ 2 ഭാഗങ്ങളിലായിട്ടാണ് പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് സേനയുടെ വലിയ വിന്യാസമുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെയും ശക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിന് ശേഷം അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിൻ്റെ സിവിൽ ലൈനിലെ വസതിയിൽ എത്തുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇപ്പോൾ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെയും പാലിച്ചിരിക്കുന്നുണ്ട്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ വലിയ ചെണ്ടമേളവും വലിയ അകമ്പടിയായിരുന്നു. അതുപോലെ പടക്കം പൊട്ടിയിരുന്ന അടക്കമുള്ള വലിയ ആഘോഷ പരിപാടികളുമായിട്ടായിരുന്നു ആം ആദ്മി പ്രവർത്തകർ ഏകദേശം 4 മണി മുതൽക്ക് തന്നെ വസതിക്ക് മുൻപിൽ തടിച്ചുകൂടിയത്. ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള വലിയ ആഘോഷ പരിപാടികളൊക്കെ ആയിട്ട് ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് തന്നെ പ്രവർത്തകർ എത്തിയിരുന്നു. അതിനുശേഷമായിരുന്നു അദ്ദേഹത്തിനെ ആനയിക്കാൻ വേണ്ടി ഈ പ്രവർത്തകരും അതുപോലെ നേതാക്കളും മന്ത്രിമാരടക്കമുള്ളവർ തിഹാർ ജയിലിലേക്ക് മുൻപിലേക്ക് പോയത്. അവിടെ നിന്നും തുറന്ന വാഹനത്തിലാണ് അദ്ദേഹം ഇപ്പോൾ വസതിയിലേക്ക് വരുന്നത്. അതിനുശേഷം ആയിരിക്കും മറ്റു കാര്യങ്ങൾ, നടപടിക്രമങ്ങളൊക്കെയും ആരംഭിക്കുക. അതായത് ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയായിരിക്കും. ഇനിയിപ്പോൾ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഡൽഹി തെരഞ്ഞെടുപ്പിനും. അതിന് മുന്നോടിയായിട്ട് എത്ര മണ്ഡലങ്ങൾ സഞ്ചരിക്കും, എങ്ങനെയൊക്കെയാണ് പരിപാടി എന്നുള്ള കാര്യങ്ങളെ പറ്റിയുള്ള അവലോകനമൊക്കെയും ഇന്ന് അദ്ദേഹത്തിൻ്റെ വസതിയിൽ നടക്കുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും നാളെ ഉച്ചയ്ക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം അതിനുശേഷം ഉച്ചയ്ക്ക് CPയിലെ കൊണാട്ട് പ്ലേസിലുള്ള ഹനുമാൻ മന്ദിറും സന്ദർശിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെയും ഒരുക്കിയിരിക്കുകയാണ്. പോലീസ് സേന അടക്കമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെയും എത്തി സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെയും ഒരുക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വസതിയിൽ അല്പസമയം കൂടി കഴിയുമ്പോൾ അദ്ദേഹം എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ധന്യ.